കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മേ നാരായണ ദേവി നാരായണ. ഞാനിന്ന് ആദിപരാശക്തിയുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂകാംബിക എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയുടെ ക്ഷേത്രമാണല്ലോ. വളരെ പുരാതനമായ നമ്മളെ ശങ്കരാചാര്യർ തപം ചെയ്ത് അവിടെ സ്റ്റക്കായി നിന്ന ആ ഒരു സ്ഥലമാണല്ലോ ഇപ്പോൾ മൂകാംബിക ദേവി കുടിയിരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെ പറ്റിയാണ്. മൂകാംബിക ദേവിയുടെ അവിടെയും അവിടുത്തെ പിന്നെ ഉള്ളത് ചോറ്റാനിക്കരയാണ്. നമുക്ക് പെട്ടെന്ന് ചോറ്റാനിക്കരി, പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ളതും ഒക്കെ മൂകാംബിക കുടിയിരിക്കുന്ന സ്ഥലം തന്നെയാണ്. മൂകാംബികയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്ന് സൗപർണിക നദിയാണ്. ആ സൗപർണിക നദിക്കും നല്ല പ്രാധാന്യമുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ സർവജ്ഞപീഠം, ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠം ഇരിക്കുന്നത് കുടജാദ്രിയിലാണ്. കുടജാദ്രി അവിടെ നിന്ന് മൂകാംബികയിൽ നിന്ന് പ്രത്യേക ഒരു അവരുടെ ട്രക്കിലൊക്കെ, അതായത് ജീപ്പിലൊക്കെയാണ് കയറി പോകാൻ പറ്റും. മലകളാണ്. വളരെ കൂടുതൽ നല്ല എന്താ പറയുക, ശരിക്കും കാനന ചാരുതയാണ്. മല കയറിയിട്ട് തന്നെ അവിടെ എത്തണം. അങ്ങനെയാണ് കുടജാദ്രിയൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ മുരുടേശ്വരം, അതുപോലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന മൂകാംബിക സ്ഥലത്ത് ആ ദേവിയുടെ ആ ഭാഗത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണ്. മൂകാംബികയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവിടെ രാവിലെ 5 മണി മുതൽ 1:30 വരെ, പിന്നെ വൈകിട്ട് 5 മുതൽ രാത്രി 9 മണി വരെയും ദർശനം കിട്ടും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. രാവിലെ 5 മണിക്ക് നട തുറക്കും, 1:30 വരെ ഉണ്ടാവും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും, 9 മണി വരെ ഉണ്ടാവും. പക്ഷേ വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കാം. അതായത് ദർശനം ഇല്ലെങ്കിൽ കൂടി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് സരസ്വതി ക്ഷേത്രത്തിലോ ആ മൂകാംബിക ദേവിയുടെ അവിടെ സരസ്വതി ക്ഷേത്രത്തിൽ എഴുത്തിന് വയ്ക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പോകേണ്ട സമയം ഈ അവധി ദിവസങ്ങളിൽ, ഓണത്തിനോ അല്ലെങ്കിൽ വിഷു അങ്ങനെ, പിന്നെ അതേമാതിരി പൂജ ഹോളിഡേയ്സിനൊന്നും അങ്ങോട്ട് പോവാതിരിക്കുകയാണ് നല്ലത്. നല്ല തിരക്കായിരിക്കും. പോയാൽ തന്നെ അവിടെ ഹോട്ടലിലും റൂമിനൊക്കെ വില കൂടും ആ സമയങ്ങളിൽ. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സമയത്ത് പോവുക. കാരണം അവധി കിട്ടുന്ന സമയത്ത് നമുക്ക് പോകാനാണെന്ന് വെച്ചാൽ പോവുക. അത് ശരിക്കും ഒരു രാത്രി എത്തുന്ന തരത്തിൽ എത്തിയാൽ രാത്രിത്തെ പൂജയും തൊഴാം, രാവിലെ തൊഴുത് ഇറങ്ങുകയും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്നദാനം 2 നേരം ഉണ്ട് അവിടെ. ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെയുണ്ട്, രാത്രി 8 മണി മുതൽ 9:30 വരെയുണ്ട്. അപ്പോൾ അത് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ ഊണിന്, കേരളീയരുടെ ഊണിൻ്റെ അത്ര അല്ലെങ്കിൽ കൂടി അതിനടുപ്പിച്ചുള്ള ഒരു ഭക്ഷണമാണ്. വലിയ കുഴപ്പമില്ല. കറികളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നുമെങ്കിലും എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാവുന്നതാണ്. പിന്നെ അത് പ്രസാദമാണ്. പിന്നെ അവിടെ പ്രസാദമായിട്ട് ലഡു കിട്ടും. നമ്മളെ തിരുപ്പതി മോഡൽ ലഡുവിൻ്റെ ആ ഒരു ബേസിലൊക്കെ ഉള്ള ലഡു കിട്ടും. ബാക്കി പ്രസാദങ്ങളൊക്കെ അവിടെ കിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഒരു ഇതെന്താണെന്ന് വെച്ചാൽ വൈകിട്ട് രാത്രി നട അടയ്ക്കുന്ന സമയത്ത് ആ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഷായം. അവിടെ മരുന്ന് കഷായം നമുക്ക് ഭക്തർക്ക് അവിടെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് തരും. അത് നമുക്ക് സേവിച്ചാൽ നമ്മളെ എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് പറയുന്നത്. അത് ഒന്ന് ഇനി പോകുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ കേരളക്കാർ പോകുമ്പോൾ എറണാകുളത്തുനിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട്. അത് 11:30-ക്കാണ്. ഇവിടെയൊക്കെ എത്തുമ്പോൾ 9 മണിക്ക് 8 മണിക്കൊട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നേരെ ബൈന്ദൂരാണ് ഇറങ്ങേണ്ടത് കേട്ടോ.
ട്രെയിൻ മാർഗം പോവുകയാണെങ്കിൽ ബൈന്ദൂർ പോയിട്ട് ഇറങ്ങിയ, അതായത് മൂകാംബിക റോഡ് എന്നാണ് ആദ്യത്തെ പേര്, അത് ഇപ്പോൾ ബൈന്ദൂർ എന്നാണ്. അതല്ല മംഗലാപുരത്ത് ചെന്നാലും ബസ്സിനും പോവാം. മംഗലാപുരത്ത് ചെന്നിട്ട് ബസ്സിന് പോവാം. അപ്പോൾ ഈ ഉടുപ്പിയിലൊക്കെ പോകാൻ പറ്റും. ഉടുപ്പിയിൽ അങ്ങനെ പോയിട്ട് നേരെ മൂകാംബിക വരാം. അതല്ല ഇവിടെ വന്നിട്ട് ബൈന്ദൂർ ഇറങ്ങിയിട്ടാണെങ്കിൽ ബസ്സിനാണെങ്കിൽ ലേശം അങ്ങോട്ട് കയറി നടക്കണം. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കയറിയാൽ വളരെ ചുരുങ്ങിയ പൈസ തന്നെ ഉള്ളൂ. അതല്ല എന്ന് വെച്ചാൽ ഒരു 900 രൂപയ്ക്ക് 5 ആൾക്ക് പോവാം, 6 ആൾക്ക് പോവാം എന്നുള്ള തരത്തിലൊക്കെ ടാക്സിയും ഒമിനി വാനൊക്കെ ഉണ്ടാവും. അത് ഷെയർ ഇട്ടിട്ടോ ഞാൻ അങ്ങനത്തെ ഫാമിലി ആയിട്ടാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ. സ്വന്തം വണ്ടിയിലൊക്കെ വരിക വെച്ചാൽ മംഗലാപുരത്ത് കൂടെ ഈ പോകണ പോക്കിൽ ഉടുപ്പിയിലൊക്കെ പോയാൽ നല്ല ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നല്ല ക്ഷേത്രമാണ്. നമ്മളെ കൃഷ്ണ ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടും. അവിടെയും തേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും എന്താ പറയുക, മൂകാംബികയും തേരും ഉത്സവമൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണാം. സ്വർണ്ണത്തേരൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഒരു മംഗലാപുരത്ത് നിന്ന് 2:45 മത്സ്യഗന്ധ എക്സ്പ്രസ് ഉണ്ട്. അതിന് പോയാലും ഈ ബൈന്ദൂർ ഇറങ്ങിയാൽ മതി. ട്രെയിൻ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ആകുമ്പോൾ ബർത്തോ ഒക്കെ എടുത്ത് പോകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 6, 6:30, 7 മണീൻ്റെ ഉള്ളിൽ ബൈന്ദൂർ ഇറങ്ങാം. ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ എടുക്കുന്ന ട്രെയിനാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ അവധി ദിവസം അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ മലയാളം അറിയില്ലല്ലോ എന്നുള്ള അതിലൊന്നും പോവാതിരിക്കണ്ട. അതൊക്കെ അവിടെ ഉള്ളവർ നമ്മളെ ശരിക്കും മലയാളീസ് തന്നെയാണ് എന്ന് പറയുന്ന പോലെയാണ്. അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ കുറേ ആളുകൾ നമ്മളെ ആൾക്കാർ തന്നെയാണ്. തപോധനൻ്റെ ആശ്രമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ധാരാളം ഉണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ബാക്കി ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എങ്ങനെയായാലും ഇനി പോകുന്ന ആളുകൾ ഈ കഷായം കഴിക്കാൻ മറക്കരുത്. അതെന്താ വെച്ചാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ 2 നേരം തൊഴാനും പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ പാൻറ്റൊക്കെ ഇട്ട് പോവാം, അതിന് കുഴപ്പമില്ല. ഷർട്ടൊന്നും അഴിക്കേണ്ടി വരും, ഉള്ളിൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളില്ല. ചുരിദാറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം അതിപ്പോൾ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. പറ്റാവുന്നവരൊക്കെ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. എല്ലാവർക്കും മൂകാംബിക അമ്മയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ